നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്താൻ പോകുന്ന ശ്രീരാമ വിഗ്രഹം തിരഞ്ഞെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ക്ഷേത്ര ശ്രീകോവിലിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ തിരഞ്ഞെടുത്ത ശ്രീരാമ വിഗ്രഹം നിർമ്മിച്ചത് മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമാണ് കൃഷ്ണശിലയിൽ 10 ടൺ ഭാരമുള്ള 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹം കൊത്തിയെടുത്തത്. ശ്രീരാമൻ്റെ 5 വയസ്സ് പ്രായമുള്ള രൂപമാണ് ആവിഷ്കരിക്കുന്നത്. അയോധ്യയിൽ 6 മാസം തങ്ങിയാണ് മൈസൂരു നരസിപുര കെബ്ബെഹുണ്ടി സ്വദേശിയായ അരുൺ യോഗിരാജ് ശില്പികളുടെ സഹായത്തോടെ വിഗ്രഹം ഒരുക്കിയത്. ഇതിപ്പോൾ വൈറലായിരിക്കുന്നു. ഇതിൻ്റെ ചിത്രങ്ങളും ഇതിൻ്റെ വിവരണങ്ങളും അയോധ്യയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നവരുടെ കാര്യം പോലും സോണിയാഗാന്ധിയെ മാത്രമേ ക്ഷണിച്ചുള്ളൂ, പ്രിയങ്ക, റോബർട്ട് വദ്രയും രാഹുൽ ഗാന്ധിയും ക്ഷണിച്ചില്ല തുടങ്ങിയതൊക്കെ വാർത്തയാകുമ്പോൾ അവിടെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായ ആചാരം, പ്രതിഷ്ഠ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ? തീർച്ചയായിട്ടും പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തയ്യാറാക്കിയ പീഠത്തിൽ അതിൻ്റെ ഓരോ അംശത്തിനും കൃത്യമായ അളവുണ്ട്. ആ അംശത്തിൽ ഓരോ രീതിയിലുള്ള പ്രതിഷ്ഠാ സാധ്യതകളാണ് ഉള്ളത്. ആ പീഠത്തിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കും. അക്ഷതത്തിലാണ് ആവാഹിക്കുന്നത്. അപ്പോൾ അക്ഷതത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അക്ഷതത്തിൽ ആവാഹിച്ച് ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചപ്രാണൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു പ്രാണനെ, മനുഷ്യൻ്റേതായാലും ഈശ്വര ചൈതന്യത്തിൻ്റേതായാലും പ്രകൃതിയുടേതായാലും പഞ്ചപ്രാണനുകളാണ് ഉള്ളത്. 5 പ്രാണനുകൾ, പ്രാണൻ, അപാനൻ തുടങ്ങി 5 പ്രാണനുകൾ. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ. സമാനനാണ് അവസാനത്തെ പ്രാണൻ. അത് ഒരു ആത്മാവിൽ, അത് മനുഷ്യാത്മാവാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ദേവചൈതന്യമാണെങ്കിലും ഈ ചൈതന്യത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അഷ്ടബന്ധങ്ങൾ, അതായത് 8 കൂട്ടുകൾ ചേർന്ന ഒരുക്കിയ ഒരു കൂട്ടിൽ ഈ വിഗ്രഹം ഉറപ്പിക്കും. അഷ്ടബന്ധം. അതിനുശേഷം അഷ്ടബന്ധ കലശം നടത്തും. പ്രത്യേകമായി തയ്യാറാക്കിയ തീർത്ഥജലം കൊണ്ട് അഭിഷേകം നടത്തുന്നതിനെയാണ് അഷ്ടബന്ധ കലശം എന്ന് പറയുന്നത്. അത് സഹസ്രകലശമുണ്ട്. അത് ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ രീതിയാണ്. സഹസ്രകലശമുണ്ട്, അതുപോലെ തന്നെ ശതകലശമുണ്ട്. അങ്ങനെ അതായത് ആ കുടങ്ങളുടെ എണ്ണം കണക്കാക്കുന്നതാണ്. സഹസ്രകലശം എന്ന് പറഞ്ഞാൽ 1000 കുടങ്ങളിൽ വെള്ളം തീർത്ഥമാക്കി അഭിഷേകം കഴിക്കുന്നതിനെയാണ് സഹസ്രകലശാഭിഷേകം എന്ന് പറയുന്നത്. ഈ ബന്ധം ഉറപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് അഭിഷേകം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അത് ജലം തൊടാൻ പാടില്ല. ആ അഷ്ടബന്ധം അവിടെ തന്നെ ഉറച്ചിരിക്കുന്നതിനായിട്ട് 41 ദിവസം പിന്നെ തീർത്ഥ പ്രോക്ഷണം മാത്രമേ ഉള്ളൂ, തീർത്ഥം തളിക്കുക മാത്രമേ ഉള്ളൂ ആ അഷ്ടബന്ധം ഉറയ്ക്കുന്നത് വരെ. അതുവരെ ശംഖുപൊടിയിട്ട് ഇതിനെ രാഗി ഉറപ്പിക്കും. അങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രത്യേക പൂജകളുണ്ട്, പ്രത്യേക ചടങ്ങുകളുണ്ട്, പ്രത്യേക ദിവസങ്ങളിലേക്ക് പ്രത്യേക പൂജകൾ. അങ്ങനെ ഈ പ്രതിഷ്ഠയുടെ ബാക്കിയായ ഒരുപാട് ചടങ്ങുകൾ അയോധ്യയിൽ നടക്കും. അത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഓരോ വേദമനുസരിച്ചാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഋഗ്വേദവും യജുർവേദവും അനുസരിച്ചുള്ള പ്രതിഷ്ഠാ ചടങ്ങുകളും പ്രതിഷ്ഠാ ആചാരങ്ങളുമാണ് നടക്കുന്നത്. ഒരു വേള തോന്നുന്നു അവിടെ ചതുർവേദം, 4 വേദങ്ങളും ചേർന്ന് ഉള്ള പ്രതിഷ്ഠാ ചടങ്ങുകളാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഒരുക്കുന്നത്. ഈ വിഗ്രഹം പണിയാനായി ഏതാണ്ട് 3 മാസം എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള സത്യനാരായൺ പാണ്ഡെ തുടങ്ങിയ വലിയ ശില്പികൾ തയ്യാറാക്കിയ വിഗ്രഹങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ ഈ 51 അടി ഉയരമുള്ള അരുൺ യോഗിരാജിൻ്റെ വിഗ്രഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ അരുൺ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിഗ്രഹം ഇദ്ദേഹം തയ്യാറാക്കിയതാണ്. മൈസൂരു ചാമരാജ ഡബിൾ റോഡിലെ ബ്രഹ്മർഷി കശ്യപ ശില്പ കലാകേന്ദ്രം ഇദ്ദേഹത്തിൻ്റെ കുടുംബം വകയാണ്. 5ാം തലമുറ ശില്പിയായ അരുൺ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ചാണ് ഈ ശില്പകലയിലേക്ക് എത്തിയത്. 2008 വരെ അദ്ദേഹം MBA ബിരുദധാരിയാണ് അദ്ദേഹം എത്തിയത്. ഇതിനോടകം 1000-ലധികം ശില്പങ്ങൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചെറിയ രൂപങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ 100 രൂപ കൊടുത്ത് ഈ രൂപങ്ങൾ, ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചറുകൾ വാങ്ങാനുള്ള ഒരു ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രാണപ്രതിഷ്ഠ ഇങ്ങനെയാണ്. 22-ാം തീയതി പ്രത്യേക മുഹൂർത്തത്തിൽ 12 മണിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ പഞ്ചപ്രാണനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ശ്രീരാമ വിഗ്രഹം അവിടെ അരുൺ യോഗിരാജ് തയ്യാറാക്കിയ ശ്രീരാമ വിഗ്രഹം അയോധ്യയിൽ പ്രതിഷ്ഠിക്കുക.